കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴിയാണ് പകുതി വില തട്ടിപ്പ് നടത്തിയത്. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പൂനത്ത് മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിന് നേരെ പരാതി വന്നിരിക്കുകയാണ്. ഹോണ്ട ആക്ടിവ സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയതായാണ് പരാതി. വിവരങ്ങളുമായി മേഘ കോഴിക്കോടും ചേരുകയാണ്. മേഘ, കോഴിക്കോട് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ജനശ്രീ മിഷനെ കൂട്ടുപിടിച്ചാണ്. കോൺഗ്രസിന്റെ അറിയാമല്ലോ, കുടുംബശ്രീക്ക് ബദലായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഘടനയാണ് ജനശ്രീ എന്ന് പറയുന്നത്. ആ ജനശ്രീ മിഷനെ കൂട്ടുപിടിച്ചിപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിന് ചെയർമാന് പണം നൽകി എന്ന ആക്ഷേപമാണ് അവിടെ വന്നിരിക്കുന്നത്. മനു, കോഴിക്കോട് ജില്ലയിൽ വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ജനശ്രീ മിഷൻ വഴി തന്നെയാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസിലെ പ്രമുഖ നേതാവുമായ മുഹമ്മദ് അലി കൊട്ടുമാവുള്ളതിനെതിരെയാണ് നിലവിൽ പരാതി വന്നിരിക്കുന്നത്. 64,000 രൂപ പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് 64,000 രൂപ തട്ടി എന്നതാണ് പരാതി. 3 മാസത്തിനുള്ളിൽ സ്കൂട്ടർ നൽകാമെന്നതായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ സ്കൂട്ടറുമില്ല, പണം തിരികെ ചോദിച്ചപ്പോൾ അതും നൽകുന്നില്ല എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഒരു സ്ത്രീയാണ് പരാതി നൽകിയിരിക്കുന്നത്. ബാലുശ്ശേരി പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പരാതിയിൽ പറയുന്നത്. 71-ാം നമ്പറായാണ് ഇവരുടെ പരാതി എത്തിയിരിക്കുന്നത്. അതിനു മുൻപും ശേഷവുമായി നിരവധി ആളുകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ജനശ്രീ മിഷൻ മുഖേന തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി എന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കി കാണേണ്ടത്. ഒരു 500 രൂപയുടെ ഒരു ബ്ലാങ്ക് മുദ്ര പേപ്പർ എഴുതി വാങ്ങിയിട്ടുണ്ട്. അതിനു പിന്നാലെ ആധാർ കാർഡിന്റെ ഒരു കോപ്പിയും നൽകി എന്നതാണ് ഈ പരാതിയിൽ ഈ സ്ത്രീ പറയുന്നത്. നമ്മൾ ഇവരോട് സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ സ്കൂട്ടർ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് വിശ്വസിച്ച് ഇത്തരത്തിൽ പണം നൽകിയത് എന്ന് പരാതിക്കാരി തന്നെ പറയുന്നുണ്ട്. പിന്നെ ജനശ്രീ മിഷൻ ആയതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല. ജനശ്രീ മിഷൻ മുഖേന തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നത് എന്നും ഈ പരാതിക്കാരി പറയുന്നു. കൂട്ടാലിട, വാകയാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരും എന്നത് ഉറപ്പാണ്. ഏതായാലും 64,000 രൂപ നൽകിയിട്ട് സ്കൂട്ടറും ഇല്ല, തിരികെ പണം ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് കൈമലർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ പരാതികൾ കൂടുതലായി രംഗത്ത് വരും. ലക്ഷങ്ങളുടെ തട്ടിപ്പ് ഈ ബാലുശ്ശേരി കേന്ദ്രീകരിച്ച് കൊണ്ടുമാത്രം നടന്നിട്ടുണ്ട്. ഇതൊരു സ്കൂട്ടറിൽ ഒതുങ്ങുന്നതല്ല. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ളവ നൽകാമെന്ന് പറഞ്ഞ് ഗൃഹോപകരണങ്ങളുണ്ട്, അതൊക്കെ തന്നെയും പാതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് വലിയൊരു തട്ടിപ്പ് പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നത് തീർച്ചയാണ്. ഈ സ്ത്രീ മാത്രമല്ല, നിരവധി പേർ ഇത്തരത്തിൽ NGOകളായി പരാതിയുമായി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിലവിൽ സമീപിച്ചിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം നിലവിൽ പോലീസ് നടത്തി വരികയാണ്. ശരി, ഏതായാലും ജനശ്രീ മിഷൻ വഴിയാണ് കോഴിക്കോട് ഈ ബാലുശ്ശേരി കൂട്ടാലിട മേഖലയിലൊക്കെ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്.